ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ 3-4 ടിപ്സാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ക്രിസ്മസ് കേക്ക് എങ്ങനെ നല്ല ഡാർക്ക്, അതുകൂടാതെ ഫ്രൂട്ട്സ് എങ്ങനെ നല്ല മോയിസ്റ്റായിട്ട് ഇരിക്കുന്നതെന്നും കാണിച്ചു തരാം. കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കാരമൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിൽ 1/2 കപ്പ് അല്ലെങ്കിൽ 100 ഗ്രാം പഞ്ചസാര എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഉരുക്കിയെടുക്കണം. തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു ഗോൾഡൻ കളറിൽ കിട്ടും. ഗോൾഡൻ കളർ വന്നു കഴിഞ്ഞാൽ തീ ലോയിലോട്ടാക്കണം. തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്കൊരു ഡാർക്ക് ബ്രൗണിൽ കിട്ടിയിട്ടുണ്ട്. ഒരിച്ചിരിയും കൂടെ ബ്രൗൺ ആകണം. ഒരു നല്ല ഡാർക്ക് ബ്രൗൺ കിട്ടിയാലേ കേക്കിന് നല്ല കളർ കിട്ടുള്ളൂ. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം 1/4 കപ്പ് വെള്ളം ഒഴിക്കാൻ. വീണ്ടും തീ ഓണാക്കിയതിന് ശേഷം തുടർച്ചയായിട്ട് ഇളക്കി പഞ്ചസാര നല്ല അലിയിച്ചെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ തീ സ്വിച്ച് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സാണ് ഇടാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 2.5 കപ്പ് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. കേക്കിന് നല്ല ഡാർക്ക് കളർ കൊടുക്കുന്ന 2 ഡ്രൈ ഫ്രൂട്ട്സാണ് ഡേറ്റ്സ്, വേറൊന്ന് പ്രൂൺസാണ് നല്ല ബ്ലാക്ക് കളറിലിരിക്കുന്നത്. ഓൾറെഡി ഞാൻ സോക്ക് ചെയ്ത ഫ്രൂട്ട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ 1/4 കപ്പും കൂടെ വേറെ ഞാൻ ഇടുക. ഇത് നല്ല ഡാർക്ക് കളറ് കേക്കിന് തരും. പ്രൂൺസ് എന്ന് പറയുന്നത് ഡ്രൈ പ്ലം ആണ്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമൽ സോസിലേക്ക് ഇടുക. എന്നിട്ടൊരു 5 മിനിറ്റ് തിളപ്പിക്കണം. തിളച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പം നല്ല ഫ്രൂട്ട്സ് നല്ല പ്ലംബി ആയിട്ട് കിട്ടും. തീ കൂട്ടി വെക്കരുത്, അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു സ്റ്റെപ്പാണ് ഫ്രൂട്ട്സ് നല്ല പ്ലംബി, എക്സ്ട്രാ പ്ലംബി, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി ഈ ഫ്രൂട്ട്സിനെ നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെക്കണം. ഈ വെള്ളം മാറ്റി കഴിഞ്ഞിട്ട് വേണം ഈ ഫ്രൂട്ട്സ് നമ്മൾ കേക്കിലോട്ട് ആഡ് ചെയ്യാൻ. ഇതെങ്ങനെ കേക്കിൽ ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ഈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ അടിയിലേക്ക് താന്നു പോകും. അടുത്തതൊരു വലിയ ബൗളിലേക്ക് 1.5 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൊടി ചേർക്കുക. ഇതും നല്ല കളർ കൊടുക്കും, പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അതിലേക്ക് 1 ടീസ്പൂൺ പട്ട പൊടിച്ചത് ചേർക്കുക. 1 ടീസ്പൂൺ ജാതിക്കാപ്പൊടി ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ കൊക്കോ പൗഡർ ഉപയോഗിച്ചില്ലെങ്കിലും നല്ല കളർ കിട്ടും. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ആൽമണ്ട് ഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് കേക്കിനൊരു എക്സ്ട്രാ ഫ്ലേവറും ടേസ്റ്റും കൊടുക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. വേറൊരു വലിയ ബൗളിൽ 200 ഗ്രാം ബട്ടർ എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കുക. ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 3/4 കപ്പ് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗറും നല്ല കളർ കൊടുക്കും കേക്കിന്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ കിട്ടിയില്ലെങ്കിൽ സാധാരണ പഞ്ചസാര ഉപയോഗിച്ചാലും മതി. ഇതും നല്ല ഫ്ലഫി ആയിട്ട് അടിച്ചെടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ 4 മുട്ട ഓരോന്നായിട്ടാണ് ചേർക്കാൻ പോകുന്നത്. എല്ലാ മുട്ടയും ഒന്നിച്ച് ചേർത്താൽ നമ്മളിതിങ്ങനെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു തൈര് പോലെയായി പോകും. അത് കേക്കിൻ്റെ മാർദ്ദവം കുറയ്ക്കും. അതുകൊണ്ട് ഓരോന്നോരോന്ന് ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ. ഇനി അടുത്തത് കേക്കിന് എങ്ങനെ എക്സ്ട്രാ ഫ്ലേവർ കിട്ടുന്നതെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് മാർമലേഡ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് മാർമലേഡ് ഇല്ലെങ്കിൽ പൈനാപ്പിൾ ജാം ചേർത്താലും മതി. അടുത്തത് 1 ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പാണ് ഞാൻ ചേർക്കുന്നത്. സാധാരണ മൊളാസസ് ചേർക്കും. മൊളാസസ് നമുക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഡേറ്റ് സിറപ്പ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഷാജീര,
ഒന്ന് ചതച്ചിട്ട് യൂസ് ചെയ്യുക. അടുത്തത് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സോക്ക് ചെയ്ത ഫ്രൂട്ട്സിൻ്റെ ആ കാരാമൽ സിറപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. അടുത്തത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാൻഡിഡ് ജിഞ്ചർ ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ചുക്കുപൊടി ചേർത്താലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചിരണ്ടിയത് ഇടുക. 1 ടീസ്പൂൺ ലെമണിൻ്റെ തൊലി ഇടുക. അടുത്തത് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് നട്ട്സാണ് ചേർക്കുന്നത്. ആൽമണ്ട്സും വാൾനട്ട്സ് പിന്നെ കാഷ്യൂ നട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. പിന്നീട് ഇതിലേക്ക് കുറച്ച് കാൻഡിഡ് ചെറിയ പീച്ച് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ്. ഇങ്ങനെ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മൈദ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫ്രൂട്ട്സ് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഫ്രൂട്ട്സ് താഴെ പോകാതെ എല്ലായിടത്തും ഒരുപോലെ കേക്കിൽ കിടക്കുകയുള്ളൂ. അടുത്തത് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന മൈദ മിശ്രിതം ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒരു അരിപ്പ് വഴി ഇതുപോലെ ഇടുക. ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യത്തില്ല. ഇതുപോലൊരു വിസ്ക് അല്ലെങ്കിൽ ഒരു സ്പാറ്റില ഉപയോഗിച്ച് വേണം ഇനി കേക്ക് മിക്സ് ചെയ്യാൻ. നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. മൈദ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു പാൻ എടുത്തേക്കുന്നത്. ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ എടുക്കാം. ഇതുപോലൊരു വെയിങ് മെഷീൻ വെച്ചിട്ട് കറക്റ്റായിട്ട് അളവ് നോക്കുവാണെങ്കിൽ ഓർഡറിന് കൊടുക്കാനുള്ള കേക്കാണെങ്കിൽ എളുപ്പമുണ്ടാകും. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ കൊണ്ട് എനിക്ക് 1.5 കിലോ കേക്ക് കിട്ടും. ഇനി ഇതുപോലെ 2-3 പ്രാവശ്യം തട്ടുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ സോക്ക് ചെയ്യാത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിച്ച് കേക്ക് അലങ്കരിക്കാം. ഈ കേക്ക് നിങ്ങൾക്ക് സ്റ്റൗവിലോ അല്ലെങ്കിൽ അവനിലോ ബേക്ക് ചെയ്തെടുക്കാം. സ്റ്റൗവിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യേണ്ടതെന്ന് ഇതിന് മുൻപുള്ള കേക്കിൻ്റെ റെസിപ്പിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് 160 ഡിഗ്രിയിൽ ഒരു 1.5 മണിക്കൂറാണ് ബേക്ക് ചെയ്യുന്നത്. കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ക്യൂവർ എടുത്ത് കുത്തി നോക്കുമ്പോൾ അവത്തേൽ പറ്റി പിടിക്കാതെ വരുവാണെങ്കിൽ കേക്ക് റെഡിയാണ്. ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് റം അല്ലെങ്കിൽ ബ്രാൻഡി ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ആൽക്കഹോൾ വേണ്ടാത്തവർക്ക് ഇത് യൂസ് ചെയ്യേണ്ടതില്ല. ഇതിങ്ങനെ കേക്ക് ഫീഡ് ചെയ്യുന്നത് കേക്ക് കുറേ നാൾ കേടുകൂടാതിരിക്കുന്നതിന് സഹായിക്കും. എങ്ങനെയാണ് കേക്ക് ഫീഡ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇനി ഒരു നല്ല ഗ്ലേസ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ജാം ഇതുപോലെ മുകളിൽ തേച്ച് കൊടുക്കണം. ഇനി കേക്ക് കുറച്ച് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഇതുപോലൊരു കോട്ടൺ തുണി റമ്മിലോ ബ്രാൻഡിയിലോ മുക്കി അതിനുശേഷം കേക്ക് നന്നായിട്ട് കവർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യുക. അതിനുശേഷം ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ട് കവർ ചെയ്യണം. ഇത് ചെയ്യുന്നത് വഴി കേക്ക് കുറേ നാൾ കേടുകൂടാതിരിക്കും. 2-3 മാസത്തേന് സൂക്ഷിക്കുന്നതെങ്കിൽ എല്ലാ ഒരാഴ്ച അല്ലെ 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ റം വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ അടച്ച് സൂക്ഷിക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.